ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്രീ തോമസ് ആണ്. അപ്പൊ അടിപൊളിയായിട്ട് ബോക്സസ് ആൻഡ് സ്കെച്ചസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ട് നിൽക്കുന്നത് അല്ലേ. അപ്പൊ ആ ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് നോക്കിയാലോ. പലവർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ബോക്സസ് ആൻഡ് സ്കെച്ചസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ അല്ലേ. നല്ലപോലെ നിങ്ങൾക്ക് ട്രിക്സ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾ പഠിച്ചാൽ ഈസി ആയ ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ ഈ ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത്. സിമ്പിൾ ആയിട്ട് മിസ് പറഞ്ഞു തരാം. രമ്യ went to buy sweets. The shopkeeper took a paper cutout and quickly made a lovely pink box for the sweets. അല്ലേ, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. നമ്മൾ ബേക്കറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കേക്ക് ഒക്കെ വെക്കുന്നത് എന്തിലായിരിക്കും? ഇതുപോലത്തെ ഇങ്ങനെ മടക്കാൻ പറ്റിയല്ലേ, നല്ല രസമാണ്. ആദ്യം നേരെ ആയിരിക്കും ആ ഒരു ബോക്സ് ഉണ്ടാകുക. പിന്നെ അവരിങ്ങനെ മടക്കി 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 ഒരു ബോക്സ് പോലെയൊക്കെ ആക്കിയിട്ടാണ് ലാസ്റ്റ് നമുക്ക് ആ കേക്ക് ഇങ്ങനെ പാക്ക് ചെയ്ത് തരാം. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, മിസ്സിന് ഉറപ്പാണ്. മാത്രമല്ല ഇപ്പൊ കേക്ക് ഒക്കെ കൊണ്ടുവന്നാൽ തന്നെ എങ്ങനെയാണ് ആ ഒരു ബോക്സിലാണ് കൊണ്ടുവരിക. അപ്പൊ നിങ്ങളായിരിക്കും അത് തുറക്കുന്നുണ്ടാവുക ഫുൾ എക്സൈറ്റ്മെന്റ്. അപ്പൊ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇങ്ങനെ ഒരു ബോക്സ് ആണ് കൊണ്ടുവരുന്നത് എന്നുള്ളത്. ഇനി എന്താണെന്നറിയോ, രമ്യ എന്ത് ചെയ്തു? വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ രമ്യ കുട്ടി എന്ത് ചെയ്തു? ഈ ബോക്സ് അൺഫോൾഡ് ചെയ്തു. സാദി പറഞ്ഞല്ലോ അല്ലെ, നേരെയുള്ള ഒരു ബോക്സ് ആയിരുന്നു. അതിനെ ഇങ്ങനെ മടക്കുമ്പോഴാണ് അതൊരു ബോക്സ് ആയിട്ട് വരിക എന്നുള്ളത്. അപ്പൊ അൺഫോൾഡ് ചെയ്തപ്പോ രമ്യക്ക് എന്ത് കിട്ടി? ഇങ്ങനെയുള്ള ഒരു ഷേപ്പ് നമ്മുടെ രമ്യ കുട്ടിക്ക് കിട്ടി. ഷീ റിമൂവ് ദ എക്സ്ട്രാ ഫ്ലാപ്സ് so that the cutout looked like this. ഇതുപോലെയാണ് ലാസ്റ്റ് അത് തുറന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു കട്ടൗട്ട് ഉണ്ടായിരുന്നത്. ആദ്യത ഇങ്ങനെ, പിന്നെ ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻസ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നിവർത്തി കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊരു ബോക്സ് തന്നെ ആയിരുന്നോ എന്ന് നമ്മുടെ രമ്യക്കുട്ടി എന്ത് ചെയ്തു? അതിശയിച്ചു പോയല്ലേ. ഇങ്ങനെ ഒരു പേപ്പർ ആണ് ഇതൊരു ബോക്സ് ആയി മാറിയത് എന്ന് നമ്മുടെ രമ്യക്ക് അതിശയമായി പോയി. അപ്പോ ഇങ്ങനെ ഒരു ബോക്സ് നിങ്ങൾക്ക് ഇനിയിപ്പോ എന്താ ചോദ്യം തരാന്നറിയോ? ഇങ്ങനെയുള്ളൊരു പേപ്പർ പോലെ ഇങ്ങനെ നിങ്ങൾക്ക് തരും. എന്നിട്ട് ഇതിനെ ബോക്സ് ആക്കാൻ പറ്റുമോ എന്ന് നിങ്ങളോട് ചോദിക്കും. അപ്പൊ എങ്ങനെയാ നിങ്ങൾ ചെയ്യാ? എങ്ങനെയാ ചെയ്യാന്നറിയോ? എന്നാ മിസ് ഒരു ട്രിക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇതിനെ 1 2 3 4 എന്ന് മിസ് എഴുതുകയാണ്. 1ഉം 3യും ഒരേ ഷേപ്പ് ആവണം, 2ഉം 4ഉം ഒരേ ഷേപ്പ് ആവണം. ഇവിടെ നോക്കിക്കേടാ, ഈ 1 എന്താ? ഒരു കുഞ്ഞി റെക്ടാംഗിൾ അല്ലേ. 3യും എന്താണ്? അതേപോലെ ഒരു കുഞ്ഞി റെക്ടാംഗിൾ ആണ്. 2 എന്താണ്? കുറച്ച് വലുപ്പത്തിലുള്ള റെക്ടാംഗിൾ ആണ്. അതേ വലുപ്പത്തിൽ ഇതാ 4 ഒരു റെക്ടാംഗിൾ ആണ്. അപ്പോ സൈഡിൽ പിന്നെ എന്തുണ്ട്? സൈഡിൽ ഇങ്ങനെ ഒരു കുഞ്ഞി ബോക്സും ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? നമുക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ പറയാം നമുക്ക് ഇതൊരു ബോക്സ് ആക്കാൻ പറ്റും എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ താമസ് ചോദിക്കട്ടെ, അടുത്ത 4 ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യത്തിൽ. ഏതിനൊക്കെയാണ് നമുക്ക് ബോക്സ് ആക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഫസ്റ്റ് വേണതാ നമ്മൾ ചെയ്യാൻ പോവാണ്. 1 2 3 4. ഇതിൽ എന്തുണ്ട്? ഫസ്റ്റ് 1. യെസ്, ഫസ്റ്റ് 1ഉം തേർഡ് 1ഉം ഈക്വൽ ആണോ? ഈക്വൽ ആണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി കഴിഞ്ഞു. ഇനി അടുത്ത് നിങ്ങൾ നോക്കിക്കേ, രണ്ടാമത് നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു? 2ഉം 4ഉം ഈക്വൽ ആവണം. അതും ഈക്വൽ ആയി. സൈഡിൽ എന്തുണ്ട്? സൈഡിൽ ഇതാ ഇങ്ങനെ ഒരു ഫ്ലോപ്പ് ഉണ്ട്. ഫ്ലാപ്സ് ഉണ്ട്. അപ്പൊ ഇത് എന്ത് പറയും? നമ്മളൊരു ബോക്സ് ആക്കാൻ പറ്റും എന്ന് നമ്മൾ പറയും. അതുകൊണ്ട് മിസ് ടിക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ നിങ്ങൾ നോക്കിക്കേടാ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. 1 2 3 4. 1ഉം 3ഉം ഈക്വൽ ആണോ? ഈക്വൽ അല്ല. അപ്പൊ ഉറപ്പായിട്ടും എന്താണ്? ഇത് ബോക്സ് ആക്കാൻ നമുക്ക് പറ്റില്ല. സോ സെക്കൻഡ് 1 പറ്റില്ല. മൂന്നാമത് നോക്കിക്കേടാ, 1 2 3 4. 1ഉം 3ഉം എന്താണ്? സെയിം ആണ്. 2ഉം 4ഉം എന്താണ്? സെയിം ആണ്. സൈഡിൽ എന്താണ്? അതാ ഇതുപോലെ കുട്ടി ഒരു ബോക്സ് ഉണ്ട് അല്ലെ. അപ്പൊ എന്തായി? ഇതിനെ നമുക്ക് ബോക്സ് ആക്കാൻ പറ്റും. ഇനി നാലാമത്തത് നോക്കിക്കേ, ഫോർത്ത് 1 1 2 3 4. ഇതിൽ ഒന്നാമത്തത് ഒരേ ഷേപ്പ് ആണ്, മൂന്നാമത്തത് ഒരേ ഷേപ്പ് ആണ്, രണ്ടാമത്തതും സെയിം ആണ്, നാലാമത്തതും സെയിം ആണ്. ഇവിടെ ഒരു കുഞ്ഞി ബോക്സ് ഉണ്ട്. ഇവിടെ എന്ത് വേണമായിരുന്നു? ഇവിടെ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് എന്ത് വേണമായിരുന്നു? ഒരു ബോക്സും കൂടെ ഈ റൈറ്റ് സൈഡിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത് നമുക്ക് ബോക്സ് ആണ് എന്ന് പറയാമായിരുന്നു അല്ലെ. പക്ഷെ അവിടെ ഇല്ലാത്തത് കൊണ്ട് അതിനെ നമുക്ക് ബോക്സ് ആക്കാൻ പറ്റില്ല. അപ്പോ എയും സിയുമാണ് നമ്മളുടെ ആൻസർ. കണ്ടോ, ഇത്രയും സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അടുത്തൊരു വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.